ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആയാലോ? കയ്യിൽ കിട്ടുന്ന സാധനങ്ങളിലെല്ലാം ഇപ്പോൾ പെയിൻറ് ചെയ്യലാണ് ഐറയുടെ ഇപ്പോൾ മെയിൻ പരിപാടി. അങ്ങനെ എൻ്റെ കിച്ചണിലെ ഒരുവിധം സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഐറയെ റെഡിയാക്കി ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി കേട്ടോ. റെഡിയായി ഇറങ്ങിയപ്പോഴാണ് അടുത്ത ഗുലുമാല് വാങ്ങുന്ന സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി 2 കിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വണ്ടിയിൽ വെക്കാൻ ഏതൊരു കാരണവശാലും തരുന്നില്ല. കുറേ ഞാൻ ശ്രമിച്ച്, അതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കുന്ന ATM-ലും കയറി കേട്ടോ. അവിടെയും ഈ കവർ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുവാണേ. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ എത്തി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോന്നെടുക്കുമ്പോൾ ഐറയും ഇങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് പെറുക്കി പെറുക്കി കൊട്ടയിലിടുന്നുണ്ടേ. അവൾക്കിങ്ങനെ കാണുമ്പോൾ ഒക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ അവളെയും കൂടെ കൂട്ടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ സോയാ ബോളൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഇടുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ കുറച്ച് സമയം മൈൻഡ് ചെയ്യാൻ പോയില്ല കേട്ടോ. അവൾ എന്തായാലും പെറുക്കിയിടട്ടെ, അവസാനം ബില്ലിങ് ചെയ്യാൻ സമയത്തിന് വേണ്ടാത്ത സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അവിടെ നിന്ന് തന്നെ ലേസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആള് പൊട്ടിച്ച് അവിടെ ബില്ലിങ് സമയത്ത് തന്നെ കഴിക്കാൻ തുടങ്ങിയേ. അങ്ങനെ അവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഒന്ന് റേഷൻ കടയിലും കയറിയിട്ടാണ് വന്നേ. പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കൊരു മിറണ്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അതൊക്കെ കുടിച്ചു. വാങ്ങിയ സാധനങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് ആദ്യം വന്ന് ഇതാ കുടിച്ചത് കേട്ടോ. പിന്നെയാണ് സാധനങ്ങളൊക്കെ എടുത്ത് അത്രയ്ക്ക് ക്ഷീണമായി. ഇപ്പൊ പുറത്ത് അത്രയ്ക്ക് ചൂടാണേ. അരി കിട്ടിയെന്നെടുത്ത് വെക്കുന്നത് ഐറ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തന്നെ പാത്രം എടുത്തിട്ട് വന്ന് കുറെ അരിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി വന്ന കുറച്ച് മിറണ്ട ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന മോൾഡില്ലേ, അതിലിങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് ഐസ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ച് കേട്ടോ. പിന്നെ പുറത്ത് പോയിട്ട് വന്നിട്ട് കഴിക്കാൻ വേറൊന്നും ഉണ്ടായിരുന്നില്ലേ. നേരത്തെ മേടിച്ച ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അങ്ങനെ അത് വേവിക്കാൻ വേണ്ടി വെച്ച് ഐറയോടെ കുറച്ച് സമയം കളിച്ചൊക്കെ നിന്നു. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നേ. സാധനങ്ങളൊക്കെ പെറുക്കി വെക്കാൻ വന്നപ്പോ തന്നെ ഐറ എൻ്റെ കൂടെ കൂടി കേട്ടോ. എന്നെ ഒന്നും പെറുക്കി വെക്കാനേ അനുവദിക്കുന്നുണ്ടായിരുന്നില്ലേ. ഓരോന്നോരോന്ന് എടുത്തിട്ട് അവള് തന്നെ എടുത്ത് അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു ഈ പരിപാടിയൊക്കെ ആയിരുന്നു. ആദ്യം എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം വെച്ചിട്ട് എല്ലാം പോയി. പിന്നെ വീണ്ടും വന്നു എല്ലാം പെറുക്കി വെക്കാനായിട്ട്. അങ്ങനെയായിരുന്നു ഇന്നത്തെ അവസ്ഥ. ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോ കുറച്ച് ഈ കടല, പഞ്ചസാര, ചെറുപയർ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ എടുത്തു. പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ മേടിച്ച കേട്ടോ. പിന്നെ 2 ഹാൻഡ് വാഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. ഈ ഹാൻഡ് വാഷ് അത് എങ്ങനെയാ പൊട്ടിച്ചെടുക്കുന്നതെന്ന് കുറെ നേരം ഞാനിങ്ങനെ തപ്പിയ കേട്ടോ. പിന്നെയാണ് അതൊന്ന് പൊട്ടി വന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം പെറുക്കി വെക്കാനായിട്ട് ബോട്ടിലും അതെല്ലാം പെറുക്കിയൊക്കെ എടുത്തിട്ട് വന്നേ. എനിക്കിങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നതും പിന്നെ ഷോപ്പിംഗ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ തട്ടി വെക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നിറഞ്ഞെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചണിലെ ഈ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ടുള്ള ഈ റീഫില്ലിംഗ് പരിപാടി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ബോട്ടിലൊക്കെ ഇങ്ങനെ തട്ടിയെല്ലാം ഒതുക്കി വെച്ച് കേട്ടോ. ബാക്കി വന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ ബക്കറ്റിലാക്കിയിട്ട് വെക്കില്ല ചെയ്യലേ. പിന്നെ അത് കഴിയുന്ന അനുസരിച്ച് ഓരോന്നൊക്കെ ഇങ്ങനെ വീണ്ടും തിരിച്ച് ബോട്ടിലോട്ട് തട്ടി വെക്കും. ഇങ്ങനെ ബക്കറ്റിൽ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചപ്പോഴാണ് കേട്ടോ പഴയ ഒരു പാക്കറ്റ് കടല ഇങ്ങനെ കയ്യിൽ കിട്ടിയത്. അത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതായിരുന്നേ. പക്ഷെ അതിലിങ്ങനെ പ്രാണി കയറിയിട്ട് നശിച്ചു പോയി കേട്ടോ. ഈ മുറ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ഐറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കളിക്കാൻ വേണ്ടിയിട്ട് മമ്മി തന്നു വിട്ടതാണേ. പക്ഷെ ഞാനാ കേട്ടോ ഇപ്പൊ അത് ഉപയോഗിക്കുന്നത്. അങ്ങനെ കിച്ചണില് സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് കഴിഞ്ഞ് അതിന്റെ പ്ലാസ്റ്റിക് കവറൊക്കെ ഒതുക്കി കേട്ടോ. പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരാനുണ്ടായിരുന്നേ, അതൊക്കെ കഴിഞ്ഞു. ഏത്തപ്പഴം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളും കഴിച്ചു കട്ടനൊക്കെ ഇട്ട്. ഐറയ്ക്ക് ഇങ്ങനെ പുറകെ നടന്നിങ്ങനെ ഓരോരോ ഇങ്ങനെ കൊടുക്കുമായിരുന്നേ. ഇപ്പൊ വേറൊരു പുതിയ പരിപാടിയുടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെടി നടല്. ഇതൊക്കെ ഇന്ന് കിട്ടിയ ചെടികളാണേ. അങ്ങനെ രാത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതെല്ലാം ഒരു കപ്പില് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മുക്കി വെക്കുവാണേ. അപ്പൊ നാളെ ഒന്ന് ഫ്രഷ് ആയിരിക്കുമല്ലോ, രാവിലെ ആവുമ്പോ നടാന്ന് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി മുക്കി വെച്ച് കേട്ടോ. മണ്ണൊക്കെ ഇളക്കി ചെടിയൊക്കെ നടുന്നത് ഒരു പ്രയാസമുള്ള പരിപാടിയാണെങ്കിൽ ഇതെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന കാണുമ്പോഴും പിന്നെ ഇതിലെല്ലാം പൂവിടുമ്പോഴൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഐറയുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ള റൂമിന്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഈ ബ്ലോക്കെല്ലാം, ബിൽഡിംഗ് ബ്ലോക്സ്. ഇപ്പൊ വിചാരിക്കുന്നുണ്ട് കേട്ടോ അത് വാങ്ങണ്ടായിരുന്നു എന്ന്. ഇപ്പൊ പിന്നെ അതെല്ലാം പെറുക്കി പെറുക്കി എടുക്കേണ്ട അവസ്ഥയാണേ.
അങ്ങനെ ഐറയുടെ ടോയ്സ് ഒക്കെ ഒതുക്കി വീണ്ടും അടിച്ചു വാരി കേട്ടോ. ഞാനിങ്ങനെ വൃത്തിയാക്കിയിടും, അവള് വീണ്ടും ഈ ബക്കറ്റോടെ എടുത്ത് ടോയ്സ് എല്ലാം തറയിൽ തന്നെ തട്ടും. വീണ്ടും ഞാനത് ഒതുക്കി വയ്ക്കും. ഇത് തന്നെയാണ് സ്ഥിരം പരിപാടി. പിന്നെ ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി കിച്ചണൊക്കെ ഒതുക്കി. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.